ആവറേജിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് മാർക്ക് ഒബ്റ്റൈൻഡ് ബൈ 80 സ്റ്റുഡൻസ്. ഒരു 80 സ്റ്റുഡൻസിന്റെ ആവറേജ് വന്നിരിക്കുന്നത് 50 ആണ്. ആവറേജ് മാർക്ക് ഓഫ് പാസ്ഡ് സ്റ്റുഡൻസ്. അപ്പൊ ഇത് പാസ്ഡ് സ്റ്റുഡൻസ് ഫെയിൽഡ് സ്റ്റുഡൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പാസ്ഡ് സ്റ്റുഡൻസിന്റെ ആവറേജ് 55ഉം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഫെയിൽഡ് നമ്പേഴ്സ് ആണ് എടുത്ത് തന്നിരിക്കുന്നത്. ഫെയിൽഡിന്റെ നമ്പേഴ്സ് 30 ആണ്. എന്നിട്ട് ആ ഫെയിൽഡിന്റെ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൽ ടോട്ടൽ ഗ്രൂപ്പിനെ രണ്ടായിട്ട് പാസ്ഡും ഫെയിൽഡായിട്ട് തിരിച്ചേക്കാം. ഒരു ഗ്രൂപ്പിനെ രണ്ടായിട്ട് തിരിച്ചിട്ട് അവിടെ ആവറേജോ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് അലിഗേഷൻ മെത്തേഡ്. അത് ഓർത്ത് വെക്കാം. അലിഗേഷൻ, ഡീവിയേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് ഏത് മെത്തേഡ് എടുക്കുക എന്നുള്ള കൺഫ്യൂഷൻ വന്നേക്കാം. അപ്പൊ ഈ ഒരു രീതിയിൽ ആലോചിച്ച് നോക്കുക. ഒരു ഗ്രൂപ്പിനെ രണ്ടായിട്ട് തിരിച്ചിട്ട് അതിലെ നമ്പേഴ്സോ ആവറേജ് എന്തെങ്കിലും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസിൽ മിക്കവാറും നമ്മൾ അലിഗേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആ കോൺസെപ്റ്റ് വെച്ച് ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക, ക്ലിയർ ആയിക്കോളും. അതുപോലെ ഒരു ഗ്രൂപ്പിനെ 2ഓ 3ഓ ആയിട്ട് തിരിച്ചിട്ട് ടോട്ടൽ ആവറേജ് കൂടി തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അവിടെ മിക്കവാറും ഡീവിയേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് ഓർത്ത് വെച്ചിട്ട് ഇനി ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ക്ലിയർ ആയിക്കോളും എവിടേക്കാണ് ഏതൊക്കെയാണ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ക്വസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ഗ്രൂപ്പിനെ രണ്ടായിട്ട് തിരിച്ചേക്കാണ്. അപ്പൊ അവിടെ യൂസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ അലിഗേഷൻ ആണ്. അപ്പൊ അലിഗേഷൻ എടുക്കുകയാണെങ്കിൽ ആവറേജ് മാർക്ക് ഒബ്റ്റൈൻഡ് ബൈ 80 സ്റ്റുഡൻസ് ഇൻ എക്സാമിനേഷൻ. ടോട്ടൽ ഗ്രൂപ്പിന്റെ ആവറേജ് 50. അപ്പൊ നമ്മൾ എഴുതാൻ പോകുന്നത് അലിഗേഷൻ നമ്മൾ ആ ഒരു വാല്യൂ നടുക്കാണ് എഴുതാൻ പോകുന്നത്. അപ്പോ ഇവിടെ 50 വരും. ഇനി ആവറേജ് മാർക്ക് ഓഫ് പാസ്ഡ് സ്റ്റുഡൻസ് 55. അപ്പൊ ഞാൻ പാസ്ഡിനെ ഇവിടെ എടുക്കുകയാണ്. പാസ്ഡിന്റെ ആവറേജ് 55 ആണ്. ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഫെയിൽഡ് ദ എക്സാമിനേഷൻ ഈസ് 30. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഫെയിൽഡ്, ഫെയിൽഡിന്റെ നമ്പർ 30 ആണ്. അതിനാണ് ഫെയിൽഡ് 30 ആണെങ്കിൽ അവിടെ പാസ്ഡിന്റെ എണ്ണം 50 ആയിരിക്കും. കാരണം ടോട്ടൽ 80 ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കട്ടിയാണെങ്കിൽ ഇവിടെ റേഷ്യോ വരാൻ പോകുന്നത് 3:5 ആണ്. അപ്പൊ താഴത്തെ റേഷ്യോ, നമ്പേഴ്സിന്റെ റേഷ്യോ നമ്മൾ താഴുന്നത് അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 3:5 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അലിഗേഷൻ ചെയ്യുമ്പോൾ ഇവിടെ ചെയ്യേണ്ട മെത്തേഡ്, നമുക്ക് ആ താഴത്തെ ഇവിടെ എഴുതിയിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് നമ്പേഴ്സിന്റെ റേഷ്യോ ആണ്. ഇത് നമ്പേഴ്സിന്റെ റേഷ്യോ മാത്രമല്ല, നമ്മൾ ഇവിടെ എടുക്കുന്ന ഡിഫറൻസിന്റെയും കൂടി റേഷ്യോ ആണ്. ഞാനിവിടെ ഫീൽഡിന്റെ അടുത്ത് എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇവിടെ വാല്യൂസ് വരാൻ വന്നപ്പോഴും എക്സിനേക്കാൾ വലിയ വാല്യൂ ആയിരിക്കും 50, 50നേക്കാൾ വലിയ വാല്യൂ ആയിരിക്കും 55 വരാൻ പോകുന്നത്. എക്സിനേക്കാൾ വലിയ വാല്യൂ ആയിരിക്കും 50, 50നേക്കാൾ വലിയ വാല്യൂ ആയിരിക്കും 55 വരാൻ പോകുന്നത്. കാരണം ആ ഒരു ഓർഡറിൽ എപ്പോഴും വരുള്ളൂ ഇൻ ബിറ്റ്വീൻ വാല്യൂ ആണ് 50 വരാൻ പോകുന്നത്. അപ്പൊ ഇനി ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ എന്ത് ഡിഫറൻസ് എടുക്കണം? 50 മൈനസ് എക്സിന്റെ വാല്യൂ ആണ് നമ്മൾ ഈ ഒരു സൈഡിൽ എഴുതാൻ പോകുന്നത്. 55 മൈനസ് 50യുടെ വാല്യൂ ആണ് ഈ സൈഡിൽ എഴുതാൻ പോകുന്നത്. അതിന്റെ റേഷ്യോ കൂടിയാണ് നമുക്ക് താഴെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ആ വാല്യൂ എടുത്ത് എഴുതുകയാണെങ്കിൽ 55 മൈനസ് 50 എന്ന് പറയുമ്പോൾ ഇവിടെ 5 ആണ് ഡിഫറൻസ് വരുന്നത്. ഇനി ഇവിടുത്തെ ഡിഫറൻസ് എന്താണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ 50 മൈനസ് എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടും. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് താഴെ കിട്ടിയ റേഷ്യോയില് 3 ആണ് ആക്ച്വലി ഡിഫറൻസ് ആയിട്ട് 5 വന്നിരിക്കുന്നത്. അപ്പൊ റേഷ്യോയില് 1 വരാൻ പോകുന്നത് 5/3 ആണ്. റേഷ്യോയില് നമുക്ക് ഇവിടുത്തെ ഈ 5 നമുക്ക് റേഷ്യോയില് 5 എന്ന് പറയുന്നത് 25/3 ആണ് വരാൻ പോകുന്നത്. 25/3 എന്ന് പറയുമ്പോൾ 8.33 ആണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി ബാക്കി നോക്കാം. ഇവിടെ കിട്ടിയിരിക്കുന്നത് 50 മൈനസ് എക്സിന്റെ വാല്യൂ ആണ് നമ്മൾ ഡിഫറൻസ് എഴുതുന്നത്. അപ്പൊ ആ വാല്യൂ 50 മൈനസ് എക്സിന്റെ വാല്യൂ 25/3 അല്ലെങ്കിൽ 8.33 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ വരാൻ പോകുന്നത് 50 മൈനസ് 25/3 8.33 41.66 ആൻസർ. നമ്മൾ ചെയ്ത മെത്തേഡ് ഒന്നുകൂടി പറയാം. നമ്മൾ ഒരു ഗ്രൂപ്പിനെ രണ്ടായി തിരിക്കുന്നുണ്ട്. ഇവിടെ അലിഗേഷൻ ആണ് യൂസ് ചെയ്തത്. ഇനി അലിഗേഷനിൽ തന്നെ നമ്മൾ ടോട്ടൽ ആവറേജ് 50 എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ നടുക്ക് എഴുതി വെച്ചു. ടോട്ടൽ ആവറേജ് 50 ആണ്. ഇനി പാസ്ഡ് സ്റ്റുഡൻസിന്റെ ആവറേജ് 55 ആണ്. പാസ്ഡ് ഞാൻ ഈ ഒരു സൈഡിൽ എഴുതിയേക്കാണ്. ഇവിടെ ഒരു പോയിന്റ് ഞാൻ പറയാതെ നിന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എപ്പോഴും എഴുതുമ്പോൾ വലിയ വാല്യൂ റൈറ്റ് സൈഡിൽ എഴുതാം നമുക്ക്. കാരണം ഡിഫറൻസ് എടുക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് മാറി എഴുതുകയാണെങ്കിൽ കൺഫ്യൂഷൻ വന്നേക്കാം. അതുകൊണ്ട് വലിയ വാല്യൂ എപ്പോഴും റൈറ്റ് സൈഡിലും ചെറിയ വാല്യൂ ലെഫ്റ്റിലും എഴുതാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഫെയിൽഡ് എക്സാമിനേഷൻ ഫെയിൽ ആയ ആൾക്കാരുടെ എണ്ണം 30 ആണ്. ടോട്ടൽ 80ൽ 30 പേര് ഫെയിൽ ആവുകയാണെങ്കിൽ 50 പേര് പാസ് ആയിട്ടുണ്ട്. അപ്പം ഫെയിൽഡിന്റെയും പാസ്ഡിന്റെയും നമ്പേഴ്സിന്റെ റേഷ്യോ 30:50, 3:5. നമ്പേഴ്സിന്റെ റേഷ്യോ ആണ് അലിഗേറ്റ് ചെയ്യുമ്പോൾ താഴെ എത്തുന്നത്. ഓക്കെ,
3:5 നമ്മൾ താഴെ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത പോയിന്റ്, നമ്മൾ ഈ നമ്പേഴ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്പേഴ്സിന്റെ റേഷ്യോ ഇട്ട് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് അത് കിട്ടാനുള്ള വേറെ മെത്തേഡ് ഇവിടെ അലിഗേറ്റ് ചെയ്തിട്ടാണ്. അതായത് 55 മൈനസ് 50യുടെയും 50 മൈനസ് എക്സിന്റെയും റേഷ്യോ ആണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത് 3:5 എന്ന് പറയാം. അപ്പൊ അവിടെ 50 മൈനസ് എക്സ്, എക്സ് മൈനസ് 50, ആ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ നേരത്തെ ചെറിയ നമ്പർ വലിയ നമ്പർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് പറഞ്ഞത്. അപ്പൊ ഇതിവിടെ നോക്കുക, 55 ആണ് ഏറ്റവും വലുത്, അതിനേക്കാൾ ചെറുതാണ് 50. അപ്പൊ അതിനേക്കാളും ചെറുതായിരിക്കും എക്സ് വരാൻ പോകുന്നത്, കാരണം ഇൻ ബിറ്റ്വീൻ വാല്യൂ ആണ് എപ്പോഴും നടുക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് എക്സ് അതിനേക്കാൾ വലുത് 50, അതിനേക്കാൾ വലുത് 55, ഈ ഓർഡറിലായിരിക്കും കിടക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് ഡിഫറൻസ് എടുക്കുമ്പോൾ 55 മൈനസ് 50 ആണ് ഇവിടെ എഴുതാൻ പോകുന്നത്, 50 മൈനസ് എക്സ് ആണ് ഇവിടെ എഴുതാൻ പോകുന്നത്. അതിന്റെ റേഷ്യോ ആണ് 3:5. ഓക്കെ, അപ്പൊ 55 മൈനസ് 50 എന്ന് പറയുന്നത് 5 ആണ്. നമ്മൾ 3:5 റേഷ്യോയില് 3 എന്നുള്ള വാല്യൂ 5 ആണ്. 3 5 ആണെങ്കിൽ ഇവിടുത്തെ വാല്യൂ വരാൻ പോകുന്നത്, റേഷ്യോയിലെ 5ന്റെ വാല്യൂ വരാൻ പോകുന്നത് 3 5 ആണെങ്കിൽ 1 5/3 ആണ്. 5ന്റെ വാല്യൂ 25/3, 8.33 ആണ്. അപ്പൊ ഇവിടുത്തെ വാല്യൂ 25/3, 8.33 ആണ് നമുക്ക് കിട്ടി. ഇനി ഇവിടുത്തെ വാല്യൂ എങ്ങനെ കിട്ടുന്നത്? 50 മൈനസ് എക്സ് ആണ് 8.33. 50 മൈനസ് എക്സ് 25/3 അല്ലെങ്കിൽ 8.33 ആണ്. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, 8.33 ആണെന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 50 മൈനസ് 8.33 41.66 ആണെന്ന് കിട്ടും.